ഹലോ ഹായ്, ഇനി നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. കല്യാണ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആ ഒരു കല്യാണത്തിന് ഫുഡ് എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ശരിക്കും നമ്മൾ ഈ പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഇങ്ങനെയുള്ള കല്യാണ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ഞങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫുഡിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു കല്യാണത്തിന് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രദറാണ്. സോ ഈ കല്യാണം നമുക്ക് എല്ലാം കൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ കല്യാണ ചെക്കൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മാസ്ക് ഒക്കെ ഞങ്ങൾ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഓരോരോ പരിപാടി തട്ടിക്കൂട്ടാനുള്ളൊരു സെറ്റപ്പിലാണ്, ഓരോരുത്തരെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. കണ്ണാടി കൊടുത്താലോ? ഈ
ഹൽദി നൈറ്റ് ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. നമ്മൾ ചുമ്മാ നൈറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പം ചുമ്മാ വന്നൊരു ഐഡിയ ആണ് നമുക്ക് ഹൽദി ഒന്ന് നോക്കിയാലോ എന്ന് എഴുതിയിട്ട്. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാം കൂടി ചേർന്നിട്ടൊരു തട്ടിക്കൂട്ട് ഹൽദിയാണ്. ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. നമ്മൾ അപ്പം തന്നെ ടൗണിൽ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ നമ്മൾ ആഘോഷിച്ചതാണ് ഈ ഒരു സംഭവം. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷേനെക്കാട്ടിലും കൂടുതൽ കളറായി, നല്ല അടിപൊളിയായിരുന്നു. കിഡ്സും നമ്മുടെ കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഹൽദി ആയിരുന്നു ഇത്. നമ്മൾ ഈ ഗ്രൂം ടു ബി പിള്ളേർ സെറ്റ് ചേർന്ന് മാത്രം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയിൽ, അതായത് അത്യാവശ്യം വൈബിലുള്ള കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഉമ്മമാർക്കൊക്കെ ഭയങ്കര പരാതിയായിരുന്നു അവരെ കൂട്ടാതെ നമ്മൾ ഗ്രൂം ടു ബി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്ന്. പക്ഷേ എന്തായാലും ഗ്രൂം ടു ബിക്ക് അവരെയൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. സോ അവരുടെ ഒരു പരാതിയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ഹെൽത്തി ആക്കിയതായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയും ഇവിടെ ഉള്ള എല്ലാവർക്കും ഒന്നും യെല്ലോ കളർ ഡ്രസ്സോ ഒന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രം യെല്ലോ കളർ ഡ്രസ്സുണ്ട്. പിന്നെ കുറച്ച് പേരുടെ ഡ്രസ്സിൻ്റെ ഷോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ഫുൾ ഒരു യെല്ലോ കളർമയം വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തൊക്കെയായിരുന്നു നമ്മളവിടെ നിന്നത്. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു ഹൽദി സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും ഒരുപാട് ഭംഗിയായി, എല്ലാവരും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ ആ നൈറ്റ് നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഫാമിലിയിൽ ഒരുപാട് കസിൻസ് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. സോ ഇതിൽ മിക്ക ആൾക്കാരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഫങ്ഷനൊക്കെ വരുമ്പം അങ്ങനെയുള്ള ആ ഒരു ഫാമിലി ഗ്യാതറിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഒരു എക്സ്ട്രാ എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ് കൂടുതൽ തരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഈ ഒരു മാരേജ് അതിലും ഒരു സ്പെഷ്യലായിരുന്നു. പിന്നെ അതുമല്ല ഇതിലുള്ള മിക്ക ആൾക്കാരുമായിട്ട് നമുക്കങ്ങനെ എന്നും ഡെയിലി ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഈ മാരേജിൽ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി കമ്പനിയായി. നവവധുവിന് വേണ്ടി പാടിക്കൊടുത്ത പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുത്തി കല്ല് കണ്ണിലെ മുണ്ടച്ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കല്ല് കണ്ണ് കൊണ്ടെന്നെ മയക്കി മയക്കി എന്ന് കറമ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ എന്ന കറമ്പിയെ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. ആ തുപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് മൂന്ന് കോർത്തു നെഞ്ചിൽ. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മാരേജിന് ഇത്ര നാളായിട്ടും കൂടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടേ ഇല്ലായിരുന്നു. നമ്മൾ പുറത്തായതുകൊണ്ട് ഇവിടെ നാട്ടിൽ മാരേജൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ ലീവ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ കല്യാണത്തിനൊന്നും കൂടാനൊരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. സോ ഈ കല്യാണം നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എത്ര റിസ്ക് എടുത്താൽ ഈ കല്യാണം കൂടണം. കാരണം നമ്മളാണെങ്കിലും ഒരുപാട് നാളായി ഇങ്ങനെ കല്യാണത്തിനൊക്കെ കൂടിയിട്ട്. സോ നമ്മൾ അതും കൂടി ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കല്യാണത്തിന് വന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആയിരുന്നു ഈ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്കത് മാക്സിമം കളറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ഈ കല്യാണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. Ready? 1, 2, 3, start. നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തികരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വീണ്ടുകൊണ്ട് ഹൽദി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലേറ്റ് നൈറ്റ് ആയി. അങ്ങനെ പിന്നെ അപ്പോഴത്തേനും എല്ലാവരും വിശന്ന് ക്ഷീണിച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നല്ല അടിപൊളിയൊരു നൈറ്റ് ആയിരുന്നു ഇത്.